സുഹൃത്തും മോഡലുമായ തരിണി കലങ്കരാറാണ് വധു. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സുരേഷ് ഗോപി അടക്കമുള്ളവർ ചടങ്ങിനെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് നേരിട്ട് പോവാം. അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, തുടങ്ങിയോ ചടങ്ങുകൾ? 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിലെ ഒന്നാമത്തെ പന്തലിലാണ് ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. ജയറാം, ഒപ്പം തന്നെ പാർവതി എന്നിവരാണ് ആദ്യം എത്തിയത്. അവരോടൊപ്പം ആണ് കാളിദാസ് എത്തിയത്. തൊട്ടു പിന്നാലെയാണ് താരിണി കരിങ്കരാജും ബന്ധുക്കളും പിന്നാലെ എത്തുകയും ചെയ്തു. ഇവർക്കൊപ്പം ചലച്ചിത്ര രംഗത്തെ കേന്ദ്രമന്ത്രി, ഇവരുടെ വളരെ അടുത്ത സുഹൃത്തുമായ സുരേഷ് ഗോപി, ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരാണ്, പിന്നെ ഇവരുടെ അടുത്ത ബന്ധുക്കളുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം 1992 സെപ്റ്റംബർ 7-ാം തീയതി നടന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷമായിരുന്നു മകൾ മാളവികയുടെ വിവാഹം ഇവിടെ നടന്നത്. ഇപ്പോൾ ഇതാ കാളിദാസിന്റെ വിവാഹവും ഇവിടെ വെച്ച് നടക്കുന്നു. ചെന്നൈയിലെ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് താരുണി, മോഡലാണ്. കുടുംബത്തിലെ അംഗമാണ് താരുണി, മോഡലാണ്. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2002 മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരുണി 2019 മിസ് തമിഴ്നാട്, മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുമുണ്ട്. 21-ലാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതും. തുടർന്നാണ് കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നു. വിവാഹത്തിന് മുന്നോടിയുള്ള പ്രീ വെഡിങ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അതിനുശേഷം അപ്പോഴാണ് വിവാഹത്തിന്റെ തീയതിയും മറ്റും ജയറാം പൊതു ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുന്നത്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് അതിലേക്കാണ്. ആ ചടങ്ങുകളാണ് ഗുരുവായൂരിലെ ഒന്നാമത്തെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നത്. ഈ താരിണിയുടെ ജന്മദേശം മസനഗുഡിയിലെ ഹരിഹർ രാജിന്റെയും ആരതിയുടെയും മകളാണ്. ഹരിഹർ രാജ് സിനിമാ ബന്ധമുള്ള ആൾ കൂടിയാണ്. കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ്. താരിണിയുടെ ഒരു അനുജത്തിയാണ് അവർക്കുള്ളത്, ശിവാനി. അവർ അഭിഭാഷകയാണ്. ദീർഘകാലം അവർ പഠിച്ചതും മറ്റും ചെന്നൈയിലാണ്. അതിനുശേഷം 2021-ലാണ് താരിണിയെ കാളിദാസ് കണ്ടുമുട്ടുന്നതും പിന്നെ പ്രണയത്തിലാകുന്നതും. ഒടുവിൽ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുകയാണ് താരുണിയും ഒപ്പം തന്നെ കാളിദാസും. 31-കാരനായ കാളിദാസ് തെന്നിന്ത്യയിലെ ചലച്ചിത്ര രംഗത്തെ യുവതാരം തന്നെയാണ്. പ്രത്യേകിച്ചും ജയറാമിന്റെയും പാർവതിയുടെയും മകനെന്നുള്ള വലിയ പരിഗണന കൂടി മലയാളിക്ക് ഇരുവരെ കാളിദാസിനെ കൊണ്ട് വന്ന് ദേശീയ പുരസ്കാരമടക്കം നേടി. അതിനുശേഷം ഇപ്പോൾ വിവാഹ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ബന്ധുമിത്രാദികൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ മണ്ഡപത്തിലേക്ക് കയറുന്നു. കാളിദാസ് മണ്ഡപത്തിലേക്ക് കയറി ആദ്യം. അതിനുശേഷം വധുവും ഇപ്പോൾ മണ്ഡപത്തിലേക്ക്. ജയറാമാണ് തൊട്ടു പിന്നാലെ വരുന്നത്. ജയറാമിന്റെ കാളിദാസിന്റെ ഭാര്യ പിതാവ് ഹരിഹർ രാജാണ് ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റൊരാൾ. പാർവതിയും അവിടേക്ക് എത്തിയിരുന്നു. താരിണിയുടെ അമ്മയും സ്റ്റേജിലേക്ക് വന്നു. താരിണി ഇപ്പോൾ സ്റ്റേജിലേക്ക് മണ്ഡപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മലയാളി കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്തുകയാണ്. ജയറാമിന്റെ പാർവതിയുടെയും മകൻ കാളിദാസ് വിവാഹിതനാകുന്നു. കാളിദാസ് എന്ന കണ്ണൻ വിവാഹിതനാകുന്നു. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ യുവതാരങ്ങളിൽ ഒരാളായ കാളിദാസിന്റെ വധുവായി താരിണിയാണ് വന്നിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ആ ചടങ്ങുകൾ ഇതാ പൂർത്തിയാകുന്നു. കാളിദാസ് താരിണിക്ക് വർണ്ണമാല്യം ചാർത്തുന്നു. ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് പ്രത്യേകിച്ച് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം മുതൽ അവരുടെ കുടുംബത്തിന്റെ ഓരോ ചടങ്ങുകളിലും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ടാണ് പ്രധാനമായും ചടങ്ങുകളെല്ലാം തന്നെ മിക്കപ്പോഴും നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. 7:15-നും 8 മണിക്കും ഇടയിലാണ് അത് നടത്തുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. താരുണിയുടെ അച്ഛൻ ജയറാം, പാർവതി എന്നിവരാണ് അടുത്തുള്ളത്. വിവാഹ ചടങ്ങുകൾ ഇതാ പൂർത്തിയാകുന്നു. താരുണിക്ക് കാളിദാസ് താലി ചാർത്തിയിരിക്കുന്നു. ആ വിവാഹ ചടങ്ങുകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 31-കാരനായ കാളിദാസ് 24-കാരിയായ താരുണിക്ക് വർണ്ണമാല്യം ചാർത്തിയിരിക്കുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച്. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ
ആ വിവാഹ ചടങ്ങിലാണ് പി ജി നമുക്കിപ്പോൾ കാണാനാകുന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഈ താരവിവാഹം കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണിപ്പോൾ ഈ ഗുരുവായൂർ അമ്പലനടയിൽ കാത്തു നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേരെ സാക്ഷി നിർത്തിയാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകളാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. കാരുണിക്ക് അങ്ങനെ കാളിദാസനും താരുണിയും വിവാഹിതരായിരിക്കുന്നു. ഞായറാഴ്ചയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സ്വതവേ തിരക്കുള്ള ദിവസമാണ്. താരവിവാഹം കാണാനെത്തിയവരെ കൂടി ചേർത്ത് വലിയ തിരക്കാണ്. സകുടുംബം സുരേഷ് ഗോപി, മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരൊക്കെ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ട്. ജയറാമിൻ്റെ മകൻ കാളിദാസൻ കണ്ണൻ ബാലതാരമായി അഭിനയിച്ച അന്നത്തെ ചിത്രം അടക്കം ഓർത്തു പോവുകയാണ്. ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നേരത്തെ അഞ്ജരാജ് സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂർ അമ്പലനടയിലായിരുന്നു. ഇപ്പോൾ കാളിദാസൻ്റെയും താരുണിയുടെയും വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ പൂർത്തിയായിരിക്കുന്നു. അഞ്ജരാജ്, നമ്മൾ പ്രമുഖരെ ഈ ദൃശ്യങ്ങളുടെ പരിമിതി നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ തിരക്കുണ്ട്. സുരേഷ് ഗോപിയെ കണ്ടു, താരങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ എത്തിയിട്ടുണ്ടാവും അല്ലേ? താരങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് സുരേഷ് ഗോപി ജയറാമിന്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എത്രയോ കാലമായിട്ടുള്ള സൗഹൃദം അടുപ്പമൊക്കെ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ജയറാം സകുടുംബം വന്ന് നിൽക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയും ഇവിടെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് മുഹമ്മദ് റിയാസാണ് ഈ സുരേഷ് ഗോപിയുടെയും ഈ ജയറാമിന്റെ മകന്റെയും വിവാഹത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിന്ന് മറ്റ് പ്രമുഖർ ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. അടുത്ത ബന്ധുക്കൾ, പ്രത്യേകിച്ച് താരുണിയുടെ അച്ഛൻ ഹരിഹരരാജ്, അമ്മ ആരതി, സഹോദരി ശിവാനി തുടങ്ങിയവരാണിപ്പോൾ മണ്ഡപത്തിന് ഉള്ളിലുള്ളത്. ഒപ്പം തന്നെ പാർവതിയും ജയറാമും മാളവികയും മണ്ഡപത്തിനുള്ളിലുണ്ട്. ഇപ്പോൾ വധൂവരന്മാർക്ക് വധുവിന്റെ പിതാവ് സ്വർണ്ണമാല അണിയിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അഞ്ജുരാജ്, എന്തായാലും ചടങ്ങ് നടക്കട്ടെ. താരിണി കലിംഗരാജ്, കാളിദാസ് ജയറാം അവരുടെ വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ നടന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.